നമസ്കാരം. വീടും കുടുംബവും നഷ്ടപ്പെടുന്ന മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിലെത്തി ഒപ്പമുണ്ടെന്ന് പറയുകയും വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ലിനെതിരെ നിയമസഭയിൽ ഒരുമിച്ച് നിന്ന് എതിർക്കുകയും ചെയ്ത ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പി.സി. ജോർജ്. കയ്യേറ്റത്തിന്റെ പേരിൽ മുനമ്പത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി.ജെ.പി. കോതമംഗലത്ത് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പം മേഖലയിലെ 610 കുടുംബങ്ങളിൽ 480ഓളം കുടുംബങ്ങൾ നമ്മുടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്, ലാറ്റിൻ ക്രൈസ്തവരാണ്. ബാക്കി എല്ലാവരും ഹൈന്ദവ സഹോദരങ്ങളാണ്. മത്സ്യം പിടിച്ച് ജീവിക്കുന്നവരാണ്, പാവപ്പെട്ടവരാണ്. അവരെയാണ് ഇറക്കിടാൻ പോകുന്നത്. ഇതൊക്കെ രസം എന്താണെന്നറിയാമോ? ഈ വഖഫ് നിയമം മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് ബില്ല് അവതരിപ്പിച്ചു. നമ്മുടെ നരേന്ദ്രമോദി ബില്ല് അവതരിപ്പിച്ച് മാത്രമല്ല, രാജ്യസഭയുടെയും ലോകസഭയുടെയും മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി രൂപം കൊടുത്തു. ആ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് കൊടുത്തതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുക സ്പീക്കർക്ക്. ആ റിപ്പോർട്ട് കൊടുക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞപ്പോ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷ മന്ത്രിയായിട്ടുള്ള അയാൾ പറഞ്ഞ വഖഫ് മന്ത്രി എന്നായിരുന്നു പി. അബ്ദുൾ റഹ്മാൻ. അയാൾ എവിടുത്തെ വഖഫ് മന്ത്രി എന്ന് എനിക്ക് മനസ്സിലാവും. വഖഫ് മന്ത്രിക്ക് ഒരു മന്ത്രി ഉണ്ടോ? അയാൾ വഖഫ് മന്ത്രി എന്നാ പറയുന്നത്. അതൊരു പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് ഭേദഗതി നിയമം പാസാക്കാൻ പാടില്ല, അത് നിയമം പിൻവലിക്കാൻ, വഖഫ് നിയമം ഭേദഗതി നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം നിയമസഭയിൽ കൊണ്ടു. ഞാൻ ഒരാളെ തല്ലി, എനിക്കെതിരെ പോലീസ് കേസെടുക്കും, കോടതി വരും. കോടതി വരുമ്പോൾ ഞാൻ ചുമ്മാ നിന്നാൽ മതി. പോലീസിൻ്റെ ചുമതലയാണ് സാക്ഷിയെ വിസ്തരിച്ച് ഞാൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത്. തെളിയിച്ചാലാണ് എനിക്ക് ശിക്ഷ കിട്ടുന്നത്. ആണ്, നിങ്ങൾക്കറിയാമല്ലോ, അതിൽ ശിക്ഷ കിട്ടുകയില്ല. അതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. വഖഫ് ബോർഡിൻ്റെ അങ്ങനെയല്ല. വഖഫ് ബോർഡ് ഞാൻ പറഞ്ഞ സൂരജിന് നോട്ടീസ് അയച്ചാൽ വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കാനുള്ള ചുമതല സൂരജിനാണ്. സൂരജിൻ്റെ ജോലിയാണ്. സൂരജ് തെളിയിക്കണത് വഖഫ് ഭൂമി അല്ലെന്ന്. ഇല്ല പോക്കാം. ഞാനൊരു ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഖഫ് ഭൂമി വിൽക്കാൻ ആർക്കും അവകാശമില്ല. വിൽക്കുന്നെങ്കിൽ വഖഫ് ബോർഡിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ വഖഫ് ഭൂമി വിൽക്കാൻ അവകാശമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? 2013 നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സിഖുകാരൻ പ്രധാനമന്ത്രിയായി വന്നപ്പം അങ്ങനെ ഒരു നിയമം കൂടെ പാസ്സാക്കി കൊടുത്തു. സെക്ഷൻ 60, സെക്ഷൻ 82 ഒക്കെ ഉണ്ടാക്കി. അതും പ്രകാരം, അതായത് സുപ്രീം കോടതിക്ക് മുകളിലായി വഖഫ് ബോർഡിന് അധികാരം കൊടുത്തു. മതിയോ? സിവിൽ അധികാരം വഖഫ് ബോർഡിന് കൊടുത്തത് 95-ലെയും 2013-ലെയും നിയമങ്ങളാണ്. നമ്മുടെ സിഖുകാരൻ കൊടുത്തതാണ്. എന്ത് പറ്റി? സിവിൽ അധികാരം വന്നതോടുകൂടി വഖഫ് ബോർഡിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിന്യായ പീഠമായ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല എന്ന് വന്നിരുന്നു. മനസ്സിലായില്ലേ കുഴപ്പം? ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് കുശാലായല്ലോ, പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി പിടിച്ചു പറിക്കാം എന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. എസ്. ഷൈജു, ജില്ലാ സെക്രട്ടറി വസന്ത് കുമാർ, സംസ്ഥാന സമിതി അംഗം പി. സജീവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ. ടി. നടരാജൻ, സംസ്ഥാന കൗൺസിൽ അംഗം സെബാസ്റ്റ്യൻ തുരുത്തിപ്പള്ളി, അഡ്വക്കേറ്റ് സൂരജ് ജോൺ, അനിൽ ഞാളുമടം, അരുൺ നെല്ലിമറ്റം, ഇ. കെ. അജിത് കുമാർ, ജയൻ വടാട്ടുപാറ എന്നിവർ പ്രസംഗിച്ചു. M4 മലയാളം, കോതമംഗലം.